സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിൽ വളരെ സജീവമായി ഇടപെടലുകൾ നടത്തിയത് മനുഷ്യർ വന്നു ചേർന്ന് കൂട്ടം കൂടി അവർ ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലം ആണ് ഇതെന്ന് തന്നെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും അങ്ങനെ കുശലം പറയാനും അവരുടെ സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ ആളുകൾ വന്നിരുന്ന ഒരു സ്ഥലമായിരിക്കണം ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രധാനമായും പാടികളിലൊക്കെ നിരവധി തൊട്ടടുത്തായി നമ്മൾ വരുന്ന വഴി LP സ്കൂൾ ഉണ്ടായിരുന്നു. 2 സ്കൂളുകൾ, ഒന്ന് നേരത്തെ ചൂരൽമലയ്ക്ക് സമീപത്ത് സ്കൂളിൻ്റെ മൈതാനമൊക്കെ സ്കൂൾ പൂർണ്ണമായും നശിച്ചിട്ടില്ല, പക്ഷേ സ്കൂളിൻ്റെ മൈതാനമൊക്കെ ഒലിച്ചു പോയത് കണ്ടിരുന്നു. തൊട്ടടുത്ത് ഈ മുണ്ടക്കയിലേക്ക് കയറിയപ്പോഴും മറ്റൊരു ഈ പാടികളിലുള്ള ലയത്തോട് ചേർന്നുകൊണ്ടൊരു സ്കൂൾ നമ്മൾ കണ്ടിരുന്നു. ആ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾ അവർ ദിവസേന വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടക്കൈ ടൗൺഷിപ്പാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം വളരെ സജീവമായിരുന്ന ആ ടൗൺഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായും ഇവിടുന്നും തുടച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെയുള്ള നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഓടും ഇളക്കി, ഓരോ കല്ലുകളും ഇളക്കി അവർ അകത്തേക്ക് കയറാൻ ഉള്ളിലുള്ളവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമീപത്തായൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന വീടുകളുണ്ട്, അതിന് സമീപത്തായി കാണാത്ത വീടുകളുണ്ട്. അതാണ് ഏറ്റവും നമ്മൾ ആശങ്ക അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രതയുടെ വ്യക്തമാക്കുന്നത്. കാരണം ഈ വീടിൻ്റെ തൊട്ട് സമീപത്തായി ഇപ്പോൾ ഉരുൾജലം ഒഴുകിപ്പോയ സ്ഥലത്തൊക്കെ മറ്റു വീടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ വീടുകളും മനുഷ്യരുമൊക്കെ പൂർണ്ണമായും അങ്ങ് പോയി ഉരുൾജലത്തിൽ എന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ. അത്രത്തോളം ആഘാതം ഇവിടെ ഏൽപ്പിച്ചാണ് ഉരുൾജലം കടന്നു പോയിട്ടുള്ളത്. അതാണ് ഇവിടുന്ന് പുറപ്പെട്ട ഉരുൾജലമാണ് ചൂരൽമലയിൽ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ട ആ പ്രദേശം മുഴുവനായി തുടച്ചു നീക്കുന്ന രീതിയിൽ. അതായത് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായി, അവിടെ ഉരുൾപൊട്ടലിന് സമീപത്തുണ്ടായിരുന്ന വീടുകളും ലയങ്ങളും ഒക്കെ തച്ചുടച്ച് ഉരുൾജലം കടന്നുപോയി. പിന്നെ നേരെ അത് പോയത് ചൂരൽമലയിലെ ആ പുഴയിലേക്കാണ്. ആ പുഴയോടത്തുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെയും ആ വീടുകളുമൊക്കെ അടിച്ചു തകർത്താണ് ആ ഉരുൾജലം കടന്നുപോയി. 2 വഴിയായി കടന്നുപോയത്. അതിൻ്റെ ആദ്യ കേന്ദ്രം അല്ലെങ്കിൽ ഉരുൾജലം ആദ്യം നശിപ്പിച്ച ഒരു ആവാസ കേന്ദ്രം എന്നുള്ള ഇതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആളുകളിൽ നിന്നും അറിഞ്ഞിടത്തോളം ശക്തമായ മഴ മെനയാന്ന് രാത്രി പെയ്തുകൊണ്ടിരുന്നു. അന്ന് വയനാട്ടിലെ നമ്മുടെ മാതൃഭൂമി സംഘം കമലും ഷമീറും ഒക്കെ ഇവിടെ വൈകിട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അവർ പറഞ്ഞിരുന്നല്ലോ, ആ റിപ്പോർട്ട് ചെയ്ത് അവർ മടങ്ങി. ആളുകളുടെ ആശങ്കയും ഇവിടെ മഴയുണ്ട്, ജനങ്ങൾ ഭീഷണിയിലാണ് എന്ന കാര്യമൊക്കെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അന്ന് രാത്രിയോടുകൂടിയാണ് 1:30 ശക്തമായ മഴയും ചെറിയ ഒരു ഉരുൾപൊട്ടലും ഉണ്ടായത്. അത് പലരും അറിഞ്ഞിരുന്നു. പക്ഷേ ചൂരൽമല നിവാസികൾ അവർക്ക് പെട്ടെന്ന് മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലരും വന്ന് ഉറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഉണർന്നെഴുന്നേറ്റവർ അവർ പെട്ടെന്ന് ആശങ്കപ്പെട്ട് പലരെയും ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചുരുക്കം ചിലർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞു. പക്ഷേ വീണ്ടും 2-3 തവണ ഉരുൾപൊട്ടലുണ്ടായി. 4:30 ഈ പ്രദേശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആ പ്രദേശത്തെ മുഴുവൻ ഒഴുക്കിക്കളയുന്ന രീതിയിലുള്ള വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഉരുൾപൊട്ടൽ ആണ് പിന്നീട് ഈ ചൂരൽമല പ്രദേശത്തുള്ള നിരവധി വീടുകളെയും തകർത്ത് കടന്നുപോയത്.